ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ഈ സാമുദായിക സമവാക്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം UDFിൽ കിട്ടുന്നില്ല, കോൺഗ്രസിൽ കിട്ടുന്നില്ല എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ട്. അത് ഒരു സത്യം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 13 സീറ്റാണ്. ഭൂരിഭാഗം സീറ്റിലും മുന്നോക്കക്കാർ മത്സരിക്കുന്നു. പക്ഷേ ഇപ്പോൾ താക്കോൽ സ്ഥാന ഡിമാൻഡൊക്കെ മുന്നോട്ട് വെച്ച് NSS ജനറൽ സെക്രട്ടറി പോലും അപ്പുറവശത്തേക്ക് പോയൊരു പ്രതീതിയാണ് ഉള്ളത്. ഇത് പരിഹരിക്കപ്പെടുമോ ഈ തിരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ ഈഴവ സമുദായത്തിനും പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഈഴവ സമുദായത്തെ പൂർണ്ണമായി ഇങ്ങനെ ഒഴിവാക്കി നിർത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല എന്ന് തന്നെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ നേതൃത്വപരമായിട്ടുള്ള AICC ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾ അത് തുറന്നു പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് ഒരു തീരുമാനമുണ്ടാകണം. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 10-13 ആളുകളെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതല്ല, ആ മത്സര രംഗത്ത് വരുന്ന മേഖലകളിൽ അവർക്ക് വിജയിക്കാൻ കഴിയണം. ഇപ്പോൾ ഒരു MLA ആണുള്ളത്. അതെ, ഇപ്പോൾ ഒരു MLA ആണ്. ഞാൻ നേരത്തെ 2016 ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2019 ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ശേഷം പിന്നീട് ആരുമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി കണ്ടിട്ട് കാര്യമില്ല. മഹാനായ ആർ ശങ്കർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അന്ന് മന്നത്ത് പത്മനാഭനും അദ്ദേഹവുമായിട്ടുള്ള ഒരു വലിയ ബന്ധവും അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള കൂട്ടായ ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആർ ശങ്കർ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ അതിന് അവസരം ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അന്ന് ഈഴവ സമുദായത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ ഈഴവ സമുദായവും ഒന്നിച്ചു നിന്നുകൊണ്ട് നായർ സമുദായവും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്.